സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊന്നും പോവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് ശരി. നമ്മൾ കേട്ടിട്ടില്ലേ, ദുഷ്ടനെ പന പോലെ വളർത്തുന്നതാണ് കർത്താവ് പറഞ്ഞത്. അപ്പം പിന്നെ ആ എന്നെയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയോ ഇല്ല. എനിക്ക് ഒരു ഇങ്ങനെയുള്ള നമ്മൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്, ഹോസ്പിറ്റലിൽ നിന്നും ഇത് അസുഖമാണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഒരു കാറിൽ വരുമ്പോൾ എൻ്റെ മകൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, ഞാൻ ബാക്കിലിരിക്കുകയാണ്. അവൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അവൻ നേരെ നോക്കി ഇങ്ങനെ ഇരിക്കുക, അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ഒപ്പം തന്നെ ഈ എവിടെയോ തൊഴുതിട്ട് വരുന്ന ചോറ്റാനിക്കരയിൽ തൊഴുതിട്ട് വരുന്ന കുറച്ച് അമ്മമാർ എന്നെക്കാളും പ്രായമുള്ളവരാണ്. അവരുടെ വണ്ടി ഇങ്ങനെ എൻ്റെ ഒപ്പം എത്തി, ഒരു വേനാണ്. അതിങ്ങനെ ഏകദേശം എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിഗ്നലിൻ്റെ അവിടെ വന്നപ്പോൾ വണ്ടി നിന്നു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൻ്റെ അകത്തുള്ളത്, ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഈ അസുഖമാണെന്നുള്ളത്. ഇനി സമയം ഏകദേശം എടുത്തിട്ടുണ്ടാവാം, മനുഷ്യനാണ്, എല്ലാവർക്കും ഈ സംസാരിക്കുന്ന പോലെയല്ല അസുഖം കിട്ടിയെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് വന്നു, വണ്ടി സിഗ്നലിൻ്റെ അവിടെ നിന്നപ്പോൾ ഇതിലുള്ള ഇവർ കൈ ഇങ്ങനെ വീശിയിട്ട് എൻ്റെ മുഖം ശരിക്കും ഒന്നും കൂടെ കാണണം എന്നുള്ളതിനെ പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലാസ് താത്തി. അപ്പോൾ അവർ പറയാണ്, അതെ സിനിമയിൽ കാണുന്നേക്കാൾ എത്ര ഭംഗിയായിട്ടാ എന്ന്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നി, ഇവർക്കറിയില്ലല്ലോ ഇപ്പം എന്താ ഉണ്ടായെന്നോ കാര്യങ്ങൾ. എനിക്ക് പെട്ടെന്ന് എന്തോ അറിയില്ല, എനിക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞപ്പോൾ. പിന്നെ